ആരോഗ്യം അമൂല്യം. വേനലിനെ കരുതലോടെ നേരിടാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു മലാപ്പറമ്പ് വനിതാ ക്ലിനിക്കിലെ ആയുർവേദ ഡോക്ടർ ആഭ ആർ. സംസ്ഥാനത്താകമാനം ദിനം പ്രതി വേനൽ കടുക്കുകയാണ്. അമിതമായ ചൂട് ശരീരബലം ക്ഷയിപ്പിക്കുകയും ഇതുവഴി വേനൽക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. വേനലിലെ അമിത വിയർപ്പ് മൂലം ശരീരത്തിലെ ജലധാതു ലവണങ്ങൾ നഷ്ടപ്പെടുന്നു. ഇതുമൂലമുള്ള രോഗങ്ങളും പ്രശ്നകാരികളാകുന്നു. ചിക്കൻ പോക്സ്, അഞ്ചാം പനി, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, നേത്രരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, ചെങ്കണ്ണ് എന്നിവയാണ് സാധാരണയായി കണ്ടുവരുന്നത്. കൊതുകുകൾക്ക് പെറ്റുപെരുകാനുള്ള അന്തരീക്ഷം കൂടിയാണിത്. ശരീരത്തിൽ നിന്ന് നിർജ്ജലീകരണം അതിവേഗത്തിൽ നടക്കുന്നതിനാൽ ജലാംശം കുറയുന്നത് രോഗങ്ങൾക്ക് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുക അത്യാവശ്യമാണ്. ഇതിനായി ധാരാളം വെള്ളം കുടിക്കുക. എന്നാൽ കഴിവതും വഴിവക്കിൽ നിന്നും മറ്റും ലഭിക്കുന്ന വെള്ളം ഒഴിവാക്കുക. അല്ലാത്ത പക്ഷം ജലം വേണ്ട വിധം ശുദ്ധീകരിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക. മറിച്ച് ജലജന്യ രോഗങ്ങൾ പിടിപെടാൻ കാരണമായേക്കാം. ആഹാരം കഴിവതും ചൂടോടെ കഴിക്കുക. ഭക്ഷ്യവിഷബാധ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. നിശ്ചിത ഇടവേളകളിൽ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ആവശ്യത്തിനനുസരിച്ച് നിർബന്ധമായും കഴിച്ചിരിക്കണം. ജലാംശം ധാരാളം അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. വെള്ളരി, കക്കിരി, ഓറഞ്ച് എന്നിവയാകാം. കഠിനമായ വെയിലത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ശക്തിയേറിയ സൂര്യാഘാതത്തിന് സാധ്യത ഏറെ എന്നതിനാൽ ഈ മണിക്കൂറുകളിൽ പുറം ജോലികളിൽ ഏർപ്പെടുന്നതും മറ്റും ഒഴിവാക്കുക. മിതമായ വ്യായാമശീലങ്ങളിൽ മാത്രം ഏർപ്പെടുക. വെയിലത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ലോഷൻ പോലുള്ളവ ഉപയോഗിക്കുന്നത് ഉത്തമമാണ്. അമിതമായി ശരീരതാപം വർദ്ധിക്കുക, ശരീരത്തിൽ ചുവന്ന പാടുകൾ, അമിതമായ ക്ഷീണം തുടങ്ങിയവ കണ്ടാൽ ഉടൻ തന്നെ ആ വ്യക്തിയെ തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റുകയോ ശരീരം തണുപ്പുള്ള ജലം കൊണ്ട് തുടയ്ക്കുകയും മറ്റ് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം ഉടനെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതുമാണ്. കഴിവതും ഇളം നിറങ്ങളുള്ള അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. അമിതമായി മാംസാഹാരങ്ങൾ ഉപയോഗിക്കുന്നത് ശരീരത്തിൻ്റെ ചൂട് കൂട്ടും. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായവ ഉപേക്ഷിക്കുക. മസാല, പുളി, എരിവ് എന്നിവയും കുറയ്ക്കാം. മദ്യം, സോഡ ഉൽപ്പന്നങ്ങൾ എന്നിവ കുറയ്ക്കുക. അമിതമായി തണുപ്പുള്ള ഫ്രിഡ്ജിൽ വെച്ച പോലുള്ള ജലങ്ങളുടെ ഉപയോഗവും ശരീരത്തിൻ്റെ താപനിയന്ത്രണം തകരാറിലാക്കും. തൈരിൻ്റെ ഉപയോഗം കുറച്ച് പകരം മോരിൻ വെള്ളം കുടിക്കാം. രാമച്ചം, നന്നാറി, കൊത്തമല്ലി തുടങ്ങിയ ഔഷധയുക്തമായ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാം. ഇവ ചൂട് നിയന്ത്രിക്കാൻ സഹായിക്കും. ചെറുനാരങ്ങ വെള്ളം, നന്നാറി സർബത്ത് എന്നിവയും നല്ലതാണ്. സ്കൂളുകൾ അവധി തുടങ്ങുന്നതുകൊണ്ട് തന്നെ കുട്ടികളിൽ പൊരിവെയിലത്തുള്ള കളികളെ അപേക്ഷിച്ച് മറ്റ് വിനോദങ്ങളിൽ കൂടുതൽ വ്യാപൃതരാക്കാം. വർദ്ധിച്ചു വരുന്ന ചൂടിനെ നിയന്ത്രണവിധേയമാക്കാൻ കൂടുതൽ പ്രകൃതിയോടിണങ്ങി ജീവിക്കുകയും പ്രകൃതി സമ്പത്തുകൾ സംരക്ഷിക്കുകയും കൂടി ചെയ്യേണ്ടതുണ്ട്. എന്നാലേ മനുഷ്യൻ്റെ നിലനിൽപ്പ് സാധ്യമാകൂ. അതിനുള്ള തയ്യാറെടുപ്പുകൾക്കൊപ്പം ആരോഗ്യ സംരക്ഷണവും കൂടെ ചെയ്യാം. വേനലിനെ കരുതലോടെ നേരിടാം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മലാപ്പറമ്പ് വനിതാ ക്ലിനിക്കിലെ ആയുർവേദ ഡോക്ടർ ആഭ ആർ.